ഹലോ ഗായ്സ്, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന പുൾമി അപ്പ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഞാൻ ഈ കേക്ക് ഇപ്പോൾ ഒരു വാഞ്ചോ കേക്കിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ചോക്ലേറ്റ് ആൻഡ് വൈറ്റ് വാഞ്ചോ കേക്കിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. ഞാൻ ഇത് ഉണ്ടാക്കുമ്പോൾ ഇത്ര ടേസ്റ്റി ആവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഇത് ഇത്ര നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നല്ല എളുപ്പമായിട്ടുള്ള കേക്കാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇൻഗ്രീഡിയൻസിലേക്ക് പോകുന്നതിന് മുൻപായി എൻ്റെ ചാനൽ ആദ്യമായി ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെയുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ബെല്ലൈക്കൺ പ്രസ് ചെയ്യുമ്പോൾ ഓൾ തന്നെ ക്ലിക്ക് ചെയ്യുക. എന്നാലേ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ. അപ്പം നമുക്ക് കേക്ക് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഞാൻ ആദ്യം തന്നെ ഇവിടെ വാനില കേക്ക് സ്പോഞ്ചിനുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. ഞാനിവിടെ 1/2 കപ്പ് മൈദ ഉപയോഗിച്ചിട്ടുള്ളൂ. കാരണം നമുക്ക് ഓവർ ഹൈറ്റ് ഒന്നും വേണ്ട. നമ്മൾ 2 ലെയർ ആക്കിയിട്ട് ഇത് കട്ട് ചെയ്യുള്ളൂ. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, പിന്നെ ഒരു നുള്ളു ഉപ്പ് കൂടെ ഇട്ട് കൊടുത്തിട്ട് ഞാനിതൊന്ന് നല്ലോണം അരിച്ചെടുക്കുന്നുണ്ട്. ഒരു 2-3 പ്രാവശ്യമെങ്കിലും അരിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോഴേ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റായിട്ട് വരുള്ളൂ. അപ്പോൾ ഇതാ ഞാനിവിടെ അരിച്ചെടുത്തിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസിലേക്ക് 1 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ടേസ്റ്റ് കിട്ടാനാണ്. ഇനി നമുക്ക് ആ മിൽക്ക് പൗഡർ കൂടെ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസിൻ്റെ കൂടെ ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ രണ്ടാമതായിട്ട് ചോക്ലേറ്റ് കേക്കിൻ്റെ സ്പോഞ്ചിൻ്റെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ച് മാറ്റി വെക്കുന്നുണ്ട്. അതിനും ഈ സെയിം മെഷർമെൻറ്റ് തന്നെയാണ് എടുക്കുന്നത്. 1/2 കപ്പ് മൈദ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ഇനി ഞാനിതിലേക്ക് ഒരു നുള്ളു ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിതിലേക്ക് ഡാർക്ക് കൊക്കോ പൗഡർ ഒരു 1.5 ടേബിൾ സ്പൂൺ ഡാർക്ക് കൊക്കോ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് നല്ലോണം ഒന്ന് അരിച്ചെടുക്കാം. അപ്പം ഞാൻ ഈ അരിച്ച് വെച്ച ഒന്നുകൂടെ മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ബാറ്റർ തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അതിന് ഞാനിവിടെ ഒരു ഡ്രൈ ആയിട്ടുള്ള ബൗളിലേക്ക് 2 എഗ്ഗ് എടുത്തിട്ടുണ്ട്. അതൊന്ന് നന്നായി ബീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒന്ന് ബീറ്റാക്കി എടുത്ത ശേഷം ഞാനിതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊന്നുകൂടെ നല്ലോണം ബീറ്റ് ചെയ്തെടുക്കാം. നിങ്ങൾ ബൗൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഡ്രൈ ആയിട്ടുള്ള ബൗൾ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. ബൗളിൽ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്കൊന്നും നല്ലോണം പൊന്തി വരില്ല. ഇനി അതിലേക്ക് ഞാനൊരു 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതാ ഞാനിവിടെ എഗ്ഗൊക്കെ നന്നാക്കി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് മിക്സ് ആക്കി എടുത്താൽ മതി. ഓവർ ബീറ്റ് ചെയ്യാൻ നിൽക്കരുത്. അപ്പം ഞാനിവിടെ ഓയിലൊക്കെ മിക്സാക്കി എടുത്തിട്ടുള്ള ബാറ്ററിലേക്ക് വാനില സ്പോഞ്ചിൻ്റെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ടിട്ട് ഒന്ന് കട്ട് ആൻഡ് ഫോൾഡ് മാനറിൽ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഒരിക്കലും ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ടതിന് ശേഷം ഓവർ മിക്സ് ചെയ്യാൻ പാടില്ല. ഇപ്പം ഞാൻ കുറച്ച് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് മിക്സ് ചെയ്തിട്ട് അതിന് ശേഷം കുറച്ച് ഇളം ചൂടുള്ള പാൽ, ഒരു 1/4 കപ്പ് ഇളം ചൂടുള്ള പാലിൽ നിന്ന് ഞാൻ കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഞാനിവിടെ ഡ്രൈ ഇൻഗ്രീഡിയൻസും പാലും മാറി മാറി മിക്സ് ചെയ്ത് അത് മുഴുവൻ ബാറ്റർ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാറ്റർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് ഞാനൊരു കേക്ക് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ബേക്ക് ചെയ്യാനായിട്ട് വെക്കണം. കേക്ക് മോൾഡിലേക്ക് ബാറ്റർ ഒഴിച്ചു കഴിഞ്ഞാൽ നന്നായി ടാപ്പ് ചെയ്ത് കൊടുക്കണം. അതിലുള്ള എയർ ബബിൾസൊക്കെ ഒഴിവാക്കാനാണിത്. ഞാനിതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊരു 35 മുതൽ 45 മിനിറ്റ് വരെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് രണ്ടാമത്തെ കേക്കിനുള്ള ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. അതിന് ഞാനിവിടെ 2 എഗ്ഗ് ഒരു ഡ്രൈ ആയിട്ടുള്ള ബൗളിലേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം ഞാൻ വീണ്ടും ഒരു 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ നന്നായി ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്.
ഇപ്പോൾ ഇതാ അവിടെ ബാറ്ററൊക്കെ നന്നായി ബീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ ബാറ്ററിലേക്ക് ഞാൻ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചോക്ലേറ്റ് കേക്കിൻ്റെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 കപ്പ് പാല്, ഞാൻ ഇളം ചൂടുള്ള പാല്, അതിൽ നിന്നും കുറേശ്ശെ ഒഴിച്ചിട്ട് രണ്ടും കൂടെ മാറി മാറി മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. വാനില സ്പോഞ്ച് കേക്കിന് ചെയ്ത പോലെ തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. ഇപ്പോൾ ഇതാ നമ്മുടെ ബാറ്റർ ഇവിടെ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്കൊരു മോൾഡിലേക്ക് ഞാൻ വാനില സ്പോഞ്ച് കേക്ക് ബേക്ക് ചെയ്യാൻ എടുത്തിട്ടുള്ള അതേ മോൾഡ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഈ ബാറ്റർ ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ട് വാനില സ്പോഞ്ച് കേക്ക് ബേക്ക് ചെയ്ത പോലെ 35 മുതൽ 40 മിനിറ്റ് വരെ നമുക്കിതും കൂടെ ബേക്ക് ചെയ്തെടുക്കാം. അത് ബേക്കായി വരുന്ന സമയം കൊണ്ടിട്ട് നമുക്ക് നമ്മുടെ ചോക്ലേറ്റ് ഗനാഷ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനിവിടെ ഞാൻ 100 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റും അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടറും എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നല്ല ചൂടുള്ള വിപ്പിംഗ് ക്രീം 1/2 കപ്പ് ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് മെൽറ്റായി വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഞാനത് മെൽറ്റായി കഴിഞ്ഞപ്പം അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയതാണ്, എനിക്ക് മിക്സ് ചെയ്യാൻ നല്ലോണം പറ്റാതിരുന്നപ്പം. അപ്പോൾ നമുക്കിനി അടുത്തത് വൈറ്റ് ചോക്ലേറ്റും ഇതുപോലെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ക്രീം ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിന് ഞാനിവിടെ 1 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ലോ സ്പീഡിലിട്ടിട്ട് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് ഒന്ന് ബീറ്റായി വരുമ്പോൾ ഹൈ സ്പീഡിലേക്ക് മാറ്റി കൊടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ ക്രീമും ഇവിടെ നന്നായി ബീറ്റായി വന്നിട്ടുണ്ട്, നല്ല തിക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ പകുതി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കി പകുതിയിലേക്ക് ഞാൻ ചോക്ലേറ്റ് ഗനാഷ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1.5 ടേബിൾ സ്പൂൺ ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്കൊന്നും കൂടെ ബീറ്റ് ചെയ്തെടുക്കാം. അപ്പം ഇവിടെ അത് ഞാനൊന്ന് നന്നായി ബീറ്റ് ചെയ്തു. ഇനി നമുക്ക് നമ്മുടെ കേക്ക് എന്തായെന്നൊന്ന് നോക്കാം. ഇതാ നമ്മുടെ കേക്കൊക്കെ ഞാനിവിടെ ഒന്ന് ബേക്കായി വന്നപ്പം കട്ട് ചെയ്ത് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കത് ഐസിങ് ചെയ്ത് തുടങ്ങാം. ഞാനിവിടെ ഒരു പ്ലേറ്റിലാണ് ചെയ്തെടുക്കുന്നത്. കാരണം നമ്മൾ ചോക്ലേറ്റ് ഗനാഷ് ഒഴിക്കുമ്പം പുൾമി അപ്പ് കേക്ക് ചോക്ലേറ്റ് ഗനാഷ് ഒഴിക്കുമ്പം താഴേക്ക് ഇങ്ങനെ ഒഴുകി ഇറങ്ങും. അപ്പോൾ അത് നമ്മൾ ടേൺ ടേബിളിൽ വെച്ചിട്ടൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ടേൺ ടേബിളിലൂടെ ഒഴിച്ചിറങ്ങും. അതുകൊണ്ടാണ് ഞാനിവിടെ ഫസ്റ്റ് ലെയറായിട്ട് ചോക്ലേറ്റ് കേക്കിൻ്റെ സ്പോഞ്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിൽ ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇത് ഞാനൊരു ഭംഗിക്ക് ചെയ്തെന്നേ ഉള്ളൂ ഇങ്ങനെയൊക്കെ. ഇനി ഞാൻ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് വൈറ്റ് സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വൈറ്റ് ചോക്ലേറ്റ് ഗനാഷിൻ്റെ സോസാണിത്. ഇനി അതിലേക്ക് ഞാൻ കുറച്ച് വൈറ്റ് ചോക്കോ ചിപ്സും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് ലെയർ ആയിട്ട് വാനില സ്പോഞ്ച് കേക്കിൻ്റെ ലെയർ വെച്ച് കൊടുക്കാം. എന്നിട്ട് അതും ഒന്ന് നമുക്ക് ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിൽ നമുക്ക് നമ്മൾ ചോക്ലേറ്റ് ഗനാഷ് മിക്സ് ചെയ്തെടുത്തിട്ടുള്ള ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഡാർക്ക് ചോക്കോ ചിപ്സും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അടുത്ത ലെയർ വെക്കാം. ഞാൻ അടുത്ത ലെയർ ഉപയോഗിച്ച് കൊടുക്കുന്നുണ്ട്.
ഇനി സെയിം നമ്മൾ ആദ്യം ചെയ്തതുപോലൊക്കെ തന്നെ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ ലെയറൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതുപോലുള്ളൊരു ഗ്ലാസ് പേപ്പർ കൊണ്ടിട്ട് ഈ കേക്ക് ഒന്ന് നല്ല ടൈറ്റായിട്ടൊന്ന് റാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഗ്ലാസ് പേപ്പർ വാങ്ങിയിട്ട് അതൊന്ന് ഒട്ടിച്ചതാണ്, ഒരു സെല്ലോ ടാപ്പ് കൊണ്ട് ഒട്ടിച്ച് കൊടുത്തതാണ്. നമുക്കതൊന്ന് ഒട്ടിച്ച് കൊടുക്കാം. അപ്പം ഞാനിതാ അതൊക്കെ റാപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഉള്ളിൽ ഞാൻ ഒന്ന് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മുകളിൽ കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ചോക്കോ ചിപ്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ കേക്ക് മുഴുവനായിട്ടൊന്ന് ഇങ്ങനെ ക്രീം തേച്ചൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഞാൻ ഒരു ഗ്ലാസ് പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടൊന്ന് രണ്ടാക്കി പാർട്ടീഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി, അല്ലെങ്കിൽ മുഴുവനായിട്ട് ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ച് കൊടുക്കാം. ഇത് ഞാൻ ഒന്ന് രണ്ടാക്കി പാർട്ടീഷൻ ചെയ്തിട്ട് ഒരു ഭാഗത്ത് ഞാൻ ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി മറ്റേ ഭാഗത്ത് ഞാൻ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ല ഹൈറ്റിൽ തന്നെ ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുക്കുക, എന്നാലേ അതിങ്ങനെ നമ്മൾ പൊക്കുമ്പം ഇങ്ങനെ സൈഡിലൂടെ കൊലിച്ചിറങ്ങുകയുള്ളൂ. അപ്പം ഞാൻ വൈറ്റും ഒരു സൈഡിൽ ഡാർക്കും ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. കുറച്ച് ചോക്കോ ചിപ്സും ഒക്കെ വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ വൈറ്റിൻ്റെ സൈഡിൽ കുറച്ച് ഡാർക്ക് ചോക്കോ ചിപ്സ് ഒക്കെ ഇട്ടിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഡാർക്കിൻ്റെ സൈഡിൽ നമുക്ക് വൈറ്റ് ഇട്ട് കൊടുത്തിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതാ നമ്മുടെ കേക്കൊക്കെ ഒന്ന് നന്നായി ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് ഇപ്പോൾ ഇത് കാണാൻ. ഞാൻ ആദ്യമായിട്ടാണ് പുൾമി അപ്പ് കേക്ക് ഉണ്ടാക്കിയത്. അപ്പോൾ ഇതാ ഞാൻ മുകളിലത്തെ ആ റാപ്പർ എടുത്തപ്പം ഇങ്ങനെയാണ് കാണാൻ. നല്ല ഭംഗിയായിട്ടുണ്ട് കാണാൻ കേക്ക്. അപ്പം നമുക്ക് പുൾമി അപ്പ് കേക്ക് നമുക്കിനി ഒന്ന് പുൾ ചെയ്ത് നോക്കാം. ഇതാ ഞാനത് എടുത്ത് നോക്കുന്നുണ്ട്. ഇപ്പം തന്നെ ഇതാ ചോക്ലേറ്റ് ഗനാഷ് ആ ഗ്ലാസ് പേപ്പറിൻ്റെ സൈഡിലൊക്കെ ഒന്നിങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ട്. ഇതാ അത് ഈ സൈഡിലൂടെയൊക്കെ ഇങ്ങനെ ഇറങ്ങുന്നുണ്ട്. ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷ് ഒരിത്തിരി കട്ടിയായി പോയി, അതുകൊണ്ടാണ് ഇപ്പോൾ അത് മുഴുവൻ സൈഡിലേക്കും പെട്ടെന്ന് ഒലിച്ചിറങ്ങാത്തത്. പക്ഷേ വൈറ്റ് ചോക്ലേറ്റിൻ്റെത് നന്നായി ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ടുള്ള പുൾമി അപ്പ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. കൂടുതൽ പണിയൊന്നുമില്ല ഉണ്ടാക്കാൻ, നല്ല എളുപ്പമാണ് ഇത് ഉണ്ടാക്കാൻ. വീട്ടിലെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എഡ്ജസ് കറക്റ്റ് ചെയ്യാനോ ഒന്നുമില്ല, നല്ല എളുപ്പമാണ് ഉണ്ടാക്കാൻ, നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്.
പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.